സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് കുരുവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ നമ്മൾ 3 അടി മണ്ണ് ചോദിച്ചതായിട്ടുള്ള ഭഗവാനോട് ഇത്ര ചെറിയ ഒരു സംഗതി എന്താണ് ചോദിക്കുന്നത് എങ്കിലും ഒടുവിൽ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ശുക്രാചാര്യ തടയുകയാണ്. തൻ്റെ ശിഷ്യൻ വിഷ്ണുവാണ് എന്നറിഞ്ഞാലും കൊടുക്കും എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ്, ആ ശിഷ്യനെ അഭിനന്ദിക്കുക തന്നെയാണ് ശുക്രാചാര്യ ചെയ്തത്. ഭാഗവതത്തിൽ പറയുന്ന ചെയ്യണു, ഞാൻ പറഞ്ഞത് കേൾക്കാതെ എല്ലാം കൊടുക്കുന്നതായിട്ടുള്ള നിൻ്റെ സർവസമ്പത്തും ശ്രീയും ഇല്ലാതാവട്ടെ എന്ന് ശപിച്ച പോലെ കാട്ടി എന്ന് പറയുകയാണ് ശരി. അജിരാൽ ഭ്രശ്യതേ ശ്രിയ, സർവശ്രീയും നശിച്ചു പോട്ടെ. ശപിച്ച പോലെ കാണിച്ചിട്ടേ ഉള്ളൂ, കാണിച്ചിട്ടില്ല, ശപിച്ചിട്ടില്ല. കാരണം അടുത്ത അധ്യായത്തിൽ പറയണു, എന്നെ പോലത്തെ ഒരു ശിഷ്യനാണ് എനിക്ക് വേണ്ടത്, എൻ്റെ അഭിമാനം എല്ലാ സർവഭാവേന പൂജിത. ഭഗവാനെ ഇങ്ങനെ പൂജിക്കാൻ നിനക്ക് തോന്നിയില്ലേ മഹാബലേ എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുന്നുണ്ട്. അത് തീർച്ചയായില്ലേ, മഹാബലിയോട് ഉള്ളതുകൊണ്ട് ദേഷ്യമില്ല ആചാര്യന്, ഗുരുനാഥനാന്ന്. പിന്നെ എന്തിനാ ശപിച്ചത്? ശപിച്ചിട്ടും വിഷ്ണുവാണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ ശിഷ്യൻ കൊടുക്കും. അത്ര മഹത്വം ഉണ്ട് ശിഷ്യന് എന്ന് കാണിക്കാൻ സമ്പത്തൊക്കെ നശിച്ചു പോട്ടേന്ന് ശപിച്ചതായിട്ട് കാണിക്കുക ചെയ്തത്. എന്നിട്ടും ആ മഹാബലി സത്യത്തിൽ നിന്നിളകിയില്ല. സത്യാന്ന ചലിതോ മഹാൻ ഏവം ശബ്ദോപി ഗുരുവിനാ ശപിക്കപ്പെട്ടിട്ടും സത്യത്തിൽ നിന്ന് ഇളകിയില്ല. അന്ന് മുതൽക്കാണത്രേ ഇന്ദ്രസേനൻ എന്ന പേരുള്ള മഹാബലി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അതുവരെ ഇന്ദ്രസേനനായിരുന്നു. ഇന്ദ്രസേന മഹാരാജയാക്കിത്തം തുതുലാലയം. ഇന്ദ്രസേന എന്ന് വിളിക്കേണ്ട ശരിക്കുള്ള പേര് ഇന്ദ്രസേനനാണ്. എന്നാ മഹാബലിയായി എല്ലാം പോയാലും സത്യത്തിനാണ് എനിക്ക് വില, ഞാൻ അതിലാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു ദിവസം മുതലാണ് മഹാബലി ആയത് എന്നാണ്. ഇപ്പോൾ ഭഗവാനോട് പറയുന്നു അടുത്തത് ശ്ലോകം, യാജസ്യേവം യതി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യ. കാവ്യശബ്ദോപി, കാവ്യ എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യരാണ്. നമ്മൾ കാവ്യ അല്ലേ, ഇപ്പോൾ കാവ്യമാധവനെ നമ്മൾ കാവ്യ എന്ന് പറഞ്ഞാലേ ശരിക്കും അർത്ഥം ശുക്രാചാര്യർ, കാവ്യമാതാവ് എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യരുടെ അമ്മ. എപ്പോഴും പ്രയോഗത്തിൽ വരുന്നതായി കാവ്യ ശുക്രാചാര്യ. കാവ്യ ശബ്ദോപി ശാപിച്ചു, എല്ലാ സമ്പത്തും തൻ്റെ പോട്ടെ, ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ, കൊടുക്കാൻ തന്നെ തീരുമാനം എന്ന് പറഞ്ഞ് എന്നെ ധിക്കരിച്ചത് കാരണം കാവ്യശബ്ദോപി കൊടുക്കാൻ തീരുമാനിച്ചു. ദാസ്യാമേവ സ്ഥിരമിതിവദൻ, കൊടുക്കും എന്ന് സ്ഥിരമായി പറഞ്ഞു നിന്ന് കൊടുത്തു. ദൈത്യ അസുരൻ വിന്ധ്യാവല്യാനുജദൈതയാ ദത്തപാത്യായ തുഭ്യം. തൻ്റെ പത്നിയാണ് വിന്ധ്യാവല്ലി. വിന്ധ്യാവലി വെള്ളം കൊണ്ടുവരൂ. പണ്ട് പ്രധാന കർമ്മങ്ങളിലൊക്കെ സ്ത്രീ സാന്നിധ്യം കൂടി വേണം. സ്ത്രീകളെ ഒരിക്കലും നമ്മൾ താഴ്ത്തിയിട്ടില്ല എവിടെയും. ഇവിടെ മഹദ്ദാനമാണ് ചെയ്യാൻ പോണത്, വലിയൊരു കർമ്മമാണ്. വിന്ധ്യാവലി വെള്ളം കൊടുക്കേണ്ട ചുമതല നിനക്കാ, കൊടുക്കൂ. ആ ഭഗവാന്റെ കയ്യിൽ വെള്ളം കൊടുക്കൂ, ഞാനാ പറയണം. ഇവിടെ ചോദ്യം ഉത്തരവൊന്നും വേണ്ട. വിന്ധ്യാവല്യ നിജദൈതയ, തൻ്റെ പത്നിയായിട്ടുള്ള വിന്ധ്യാവല്ലിയെ കൊണ്ട് വെള്ളം കൊണ്ടുവന്നിച്ച് ദത്തപാധ്യായ തുഭ്യം, കാൽക്കൽ വെള്ളം കഴുകിക്കുക, വെള്ളം കൊടുക്കുക ഒക്കെയായിട്ട് ചെയ്യിച്ചു. ചിത്രം സകലമഭിസ പ്രാർപ്പയൽ തോയപൂർവം. അത്ഭുതം ചിത്രം അഹോ എന്നൊക്കെ പറയണ പോലെ ചിത്രം എല്ലാം ആ വെള്ളത്തിൽ കൂടെ അങ്ങേക്ക് സമർപ്പിച്ചു. എല്ലാറ്റിൻ്റെയും പ്രതീകമായിട്ട് ഈ വെള്ളം സമർപ്പിച്ചു.
യാചസ്യേവം വ്യതിസ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി. ദൈത്യ, ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും, ഉറപ്പ്. ദാസ്യാമേവ, കൊടുക്കും. കാരണം നമുക്ക് കിട്ടുള്ളതൊക്കെ ഭഗവാൻ തന്നതാണ്. ആ ഭഗവാന് നമ്മൾ സമർപ്പിക്കണ്ടേ? അത് നമ്മുടെ കടമയല്ലേ? വിന്ധ്യാവല്യ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം. നൽകിയ വിന്ധ്യാവല്യ പത്യ പാദ്യം നൽകിയ നിന്തിരുവടിക്ക് പാക്കൽ സമർപ്പിക്കുന്ന വെള്ളമാണ് പാദ്യം. വിന്ധ്യാവല്യ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമഭിസ പ്രാർപ്പയത്വയ പൂർവം പ്രാർപ്പയത് അർപ്പിച്ചു. വെള്ളത്തോടു കൂടിയിട്ട് എല്ലാം അർപ്പിച്ചു. അപ്പോൾ ഭഗവാൻ വിശ്വരൂപാണ് എടുക്കുകയാണ്. നിസ്സന്ദേഹം ദിതികുലപദോതൈ അശേഷാർപ്പണന്തൽ അശേഷാർപ്പണന്തൻ വ്യാതന്വാനെ അവിടെ കൂട്ടക്ഷരം വന്നിട്ടുണ്ട് കേട്ടോ. തത് തത് പ്ലസ് വ്യാതനോത് ചേർത്തിട്ടാണ് ദ്വ്യാതനോത് എന്ന് പറയണത്. ദ്വാന്നില്ല ശരിക്കും. അശേഷാർപ്പണം തത്ത് പ്ലസ് വ്യാ ആണ് ഉള്ളത്. കൂടുമ്പോഴാണ് ദിവ വരണത്. വാതന്വാനെ മുമുചു ഋഷയ സാമര പുഷ്പവർഷം ദിവ്യൻ രൂപം തവച തദിതം പശ്യതാം വിശ്വഭാജാമുച്ചൈരുച്ചേ അവൃതത് അവതീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ദിതികുലപദോ നിസ്സന്ദേഹം. ദിതികുലപതി അസുര ചക്രവർത്തി. കുലപതി ചക്രവർത്തി. ദിതികുലപദോ അസുര ചക്രവർത്തി. അസുരചക്രവർത്തിയായിട്ടുള്ള മഹാബലി സംശയം കൂടാതെ ത്വയി തത് അശേഷാർപ്പണം, സംശയം കൂടാതെയുള്ള ആ അർപ്പണം ചെയ്തപ്പോൾ വ്യാതന്വാനെ, വ്യാതന്വാനെ എന്നാണ് വാക്ക്. ഇവിടെ മുറിക്കുക നല്ലത്. തത് പ്ലസ് വ്യാതന്വാനെ, അല്ലെങ്കിൽ ദ്വാദേനാന്നും നാവിന് ശ്രമം കൂടും. അത് കുറയ്ക്കാൻ തത് വ്യാതന്വാനെ എളുപ്പമായി. വ്യാതന്വാനെ ഇതർത്ഥം നിന്തിരുവടിക്ക് സർവദാനം സമർപ്പിച്ചപ്പോൾ ചെയ്തപ്പോൾ. സാ അമര ഋഷയ പുഷ്പവർഷം മുമുജു. ഋഷിമാർ പുഷ്പവർഷം ചെയ്തു. ഋഷിമാരോട് കൂടെ ആരും കൂടി പുഷ്പവൃഷ്ടിയിൽ പങ്കെടുത്തു. അമരാഹ, അമര എന്ന് പറഞ്ഞാൽ ദേവന്മാർ. ദേവന്മാരോട് കൂടിയിട്ട് ഋഷികൾ പുഷ്പവർഷം ചെയ്തു. വ്യാതന്വാനെ മുമുജു ഋഷയ, വ്യാതന്വാനെ നിന്തിരുവടിക്ക് ദാനം ചെയ്തപ്പോൾ. വ്യാതന്വാനെ മുമുജു ഋഷയ, ഋഷിമാർ ദേവന്മാരോടുകൂടി പുഷ്പവൃഷ്ടി സമർപ്പിച്ചു. മുമുചു ഋഷയ, മഹർഷിമാർ പൂമഴ പെയ്തു എന്നർത്ഥം. പുഷ്പവർഷം മുമുജുസ്മ, വർഷിച്ചു, ചെയ്തു, കയ്യിൽ നിന്ന് വിട്ടു എന്നൊക്കെ മുമുചു, മോചിപ്പിച്ചു. പുഷ്പവർഷം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ദിവ്യൻ രൂപം തവച തതിതം, തവച ദിവ്യരൂപം, അങ്ങയുടെ ദിവ്യരൂപമാവട്ടെ വലുതാവുകയാണ്. പശ്യതാം വിശ്വഭാജാം, ലോകവാസികൾക്കെല്ലാം കാണത്തക്ക വിധത്തിൽ, എല്ലാവരും കാണത്തക്ക വിധത്തിൽ, കാണച്ചിലെ എന്ന് പറയുമല്ലോ നമ്മൾ, കാണത്തക്ക വിധം വലുതായി. വിശ്വഭാജാം ഉച്ചേ അവൃതത്, ഉയരത്തിൽ കൂടെ വളർന്നു, ഉയരണ്ടാവുകയാണ്. ഉയർന്നു ഉച്ചൈ വീണ്ടും വീണ്ടും ഉയർന്നു. രണ്ടു പ്രാവശ്യം പറഞ്ഞത്. ഉയർന്നു പിന്നെയും ഉയർന്നു എന്നുള്ളതിന് ഉച്ചേർ അവൃതത്, വീണ്ടും വീണ്ടും വളർന്നു. അവതീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം, ബ്രഹ്മാണ്ഡം, ഈ 14 ലോകവും അടങ്ങിയ ബ്രഹ്മാണ്ഡത്തെ കവച്ച് വയ്ക്കത്തക്ക വിധം. അത്യതിഷ്ടൽ ദശാങ്കുലം പുരുഷസൂക്തത്തിൽ പറയും. ഈ 14 ലോകത്തെ അതിലൊതുങ്ങാതെ വീണ്ടും 14 അങ്കുലം മുകളിലേക്ക് നിൽക്കത്രേ ഭഗവാൻ. ഇതിലൊതുങ്ങണതല്ല ഭഗവാൻ. നമ്മളൊക്കെ ഇതിലൊതുങ്ങണവരാ. ഇതിലൊതുങ്ങാത്തതുകൊണ്ടാണ് അദ്യതിഷ്ടൽ ദശാങ്കുലം. ഇതിനേക്കാൾ വലുതാണ് ഭഗവാൻ. ബ്രഹ്മാണ്ഡത്തിനേക്കാളും വലുതൊരൊറ്റ ആളേ ഉള്ളൂ ഭഗവാൻ. വേറെ രണ്ടാമതൊരാളില്ല. അങ്ങനെ ആ ബ്രഹ്മാണ്ഡത്തെ
കൂടി കവച്ചു വെച്ച് അതിലൊതുങ്ങാത്ത വിധം വലുതായി. 2 അടി കൊണ്ട് 3 ലോകത്തെ അളക്കാൻ പറ്റൂ. ഉച്ചേരുച്ചേർ അവൃതത്, അവൃതത് വളർന്നു. അവധീകൃത്യ, അവൃതത് അവധീകൃത്യ വിശ്വാണ്ടമാണ്ഡം. അവൃതത് അവധീകൃത്യ, അവൃതത് അവധീകൃത്യ. അവിടെ അവൃതത എന്നാണ് വരുന്നത് വാക്ക്. ഒന്നിച്ച് വരുമ്പോൾ വായിക്കാൻ വിഷമമായതുകൊണ്ട് അവൃതത് എന്ന് വായിക്കുക നല്ലത്. ഇത് ചന്ദ്രക്കല പറയുക അവൃതത്, പിന്നെ അവധീകൃത്യ, അല്ലെങ്കിൽ അവൃതത് അവധീകൃത്യ എന്നാണ് കിട്ടില്ല. ചില വാക്കുകൾ അങ്ങനെയാണ് സംസ്കൃതത്തിൽ. ഉച്ചേരുച്ചേർ അവൃതത്, അവൃതത് അവധീകൃത്യ വിശ്വാണ്ടഭാണ്ഡം. ബ്രഹ്മാണ്ടത്തെ കൂടി കവച്ചു വയ്ക്കുന്ന വിധത്തിൽ അതിലെ അതിക്രമിച്ച് വലിയ വിശ്വരൂപത്തെ എടുത്തു. നിസ്സന്ദേഹം ദിതി കുലപതോ തൊയ് അശേഷാർപ്പണം തൽ. അങ്ങയിലർപ്പണം ചെയ്തിരിക്കേ, അർപ്പണം ചെയ്ത സമയത്തിങ്കൽ വ്യാതന്വാനെ, തത് പ്ലസ് വ്യാതന്വാനെ, വലുതായപ്പോൾ ദാനം ചെയ്തപ്പോൾ, അങ്ങേക്ക് ധ്യാനം ചെയ്ത് വ്യാതന്വാനെ, അങ്ങേക്ക് തന്നതായിട്ട് സമയത്ത് എന്തുണ്ടായി? വ്യാതന്വാനെ ഇന്ദിരവടിക്ക് സമർപ്പിച്ചപ്പോൾ മുമുച്ചു ഋഷയർസാമരാ പുഷ്പവർഷ, അമരാദേവന്മാർ, ദേവന്മാരോട് കൂടിയിട്ട് ഋഷികൾ പുഷ്പവർഷം മുമുച്ചു, പുഷ്പവർഷത്തെ ചെയ്തു. പുഷ്പത്തെ കയ്യിൽ നിന്ന് അർച്ചിച്ചു താഴത്തേക്ക്. ദിവ്യൻ രൂപം തവചരിതം, തവ ദിവ്യൻ രൂപം, അങ്ങയുടെ ദിവ്യമായിട്ടുള്ള രൂപം അവൃതത് വലുതായി. എങ്ങനെയാ? വിശ്വഭൂപാജാം, എല്ലാവരും കാണത്തക്ക വിധം, ഉച്ചൈരുച്ചൈർ അവൃതത് വലുതായി വലുതായി വലുതായി. അവധീകൃത്യ വിശ്വാണ്ടഭാണ്ഡം, വലിയ ലോകത്തെ കൂടി കടത്തി വലുതായിട്ട് അതിലൊതുങ്ങാത്ത വിധം അതിക്രമിച്ച് വലുതായി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.